കോട്ടയത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അന്തിമഘട്ടത്തിൽ. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക തയ്യാറാണെന്ന് ബി.ജെ.പി. കോട്ടയം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ പറഞ്ഞു. LDF-UDF അഡ്ജസ്റ്റ്മെന്റിന്റെ ഭരണം ജില്ലയെ വികസന മുരടിപ്പിലാക്കിയെന്നും ജനോപകാരപ്രദമായ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഇരുമുന്നണികളും ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ അട്ടിമറിച്ചെന്നും ബി.ജെ.പി. വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ പറഞ്ഞു. കോട്ടയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച മത്സരം കാഴ്ചവെക്കാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ പൂർത്തിയാക്കി തയ്യാറെടുക്കുകയാണ് ബി.ജെ.പി. 70% സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പൂർത്തിയാക്കി. ബി.ജെ.പി. വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അന്തിമമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം എപ്പോഴത്തേക്ക് പൂർത്തിയാകും? എന്തൊക്കെയാണ് കോട്ടയത്തെ വിജയപ്രതീക്ഷകൾ? അന്തിമമായ ലിസ്റ്റ് 2 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബ്ലോക്ക് ഡിവിഷനും ജില്ലാ ഡിവിഷനുമാണുള്ളത്. അതെല്ലാം കൂടി 2 ദിവസത്തിനുള്ളിൽ പൂർണ്ണമാക്കി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനുള്ള കാര്യപരിപാടികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിജയപ്രതീക്ഷ വളരെ വലിയ ഒരു പ്രതീക്ഷയിലാണ് NDA ഈ തെരഞ്ഞെടുപ്പിനെ ഇവിടെ നേരിടുന്നത്. കഴിഞ്ഞ ഒരു 3 മാസത്തിനിടയ്ക്ക് 2 തവണയായിട്ട് സംസ്ഥാന കമ്മിറ്റി തന്ന ലഘുലേഖകൾ, ഒന്ന് കേരളത്തിൻ്റെ ഭരണ മുന്നണികൾക്ക് എതിരായിട്ടുള്ള കാലാകാലങ്ങളായിട്ടുള്ള അവരുടെ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ലഘുലേഖയും അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു ലഘുലേഖ, ഈ 2 നോട്ടീസുകളുമായിട്ട് വീടുകളിൽ എത്താൻ വേണ്ടിയിട്ട് പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. അത് പോകുന്ന സമയത്ത് വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം ജനങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ BJPയുമായി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം അവർക്ക് വേണമെന്ന് അവർ ആഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാലാകാലങ്ങളായിട്ട് ഇവർ മാറി മാറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചില വ്യക്തികൾ അവർ 10, 20, 25 വർഷമായിട്ട് അല്ലെങ്കിൽ അതിലും കൂടുതൽ 35, 40 വർഷമായിട്ടൊക്കെ ജനപ്രതിനിധികളായിട്ടിരിക്കുന്ന ആളുകളുണ്ട്. സ്വന്തം വാർഡ് വനിതാ വാർഡാകുമ്പോൾ ഭാര്യയെ മത്സരിപ്പിക്കും, അപ്പുറത്തെ വാർഡിൽ പോവും, വീണ്ടും തിരിച്ചിപ്പുറത്ത് വരും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും ഭരിക്കുന്നു, അധികാരം കൊണ്ടുപോകുന്നു. ആകെ വന്ന കഴിഞ്ഞ ഒരു ടൈമിൽ വന്ന ഒരു മാറ്റം കോട്ടയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് UDFിലായിരുന്ന കേരള കോൺഗ്രസ് കഴിഞ്ഞ ടൈമിലും ഈ ടൈമിലും LDFിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്കുള്ള ഒരു മാറ്റവും ഇവിടെ ഉണ്ടാകുന്നില്ല. സീറ്റുകളുടെ വിഭജനത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. കേരള കോൺഗ്രസ്സാണ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത്, CPM നാമമാത്രമായ സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഭരണം അവർ തന്നെ കൈകാര്യം ചെയ്യുകയാണ്. ഇത്രയും വർഷം കൊണ്ട് അവർക്ക് പഞ്ചായത്തുകളിൽ ഒരു വികസനവും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനിയും ഒരു 5 കൊല്ലം എനിക്ക് തന്നാൽ ഞാൻ എങ്ങനെ വികസനം ഉണ്ടാക്കും എന്നുള്ള ചോദ്യം അത് ജനങ്ങൾ ചോദിക്കാൻ അവരോട് തയ്യാറാകുന്നു എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ നിന്നുള്ളത് നമ്മുടെ പ്രവർത്തകരുമായിട്ട് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. പദ്ധതികൾ മുഴുവൻ അട്ടിമറിക്കുകയാണ്. ഇവിടെ ആകെ ഉള്ളത് ജനപ്രതിനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കല്യാണ വീട്ടിൽ പോകും, മരണ വീട്ടിൽ പോകും. അത് വാർഡ് മെമ്പർ തൊട്ട് മേളിലോട്ട് MLA MP വരെയുള്ളവരുടെ ദൈനംദിന പ്രക്രിയ എന്ന് പറയുന്നത് കല്യാണ വീടുകളും മരണ വീടുകളുമാണ്. അതിനപ്പുറത്തേക്കുള്ള ഒരു പദ്ധതി, ഇപ്പോൾ ജൽജീവൻ മിഷൻ പദ്ധതി ഏറ്റവും നല്ല ഒരു പദ്ധതിയാണ്. കുടിവെള്ളം ലഭിക്കുന്ന പദ്ധതിയാണ്. വീടുകളിൽ കുടിവെള്ളം മുട്ടിക്കുന്ന പരിപാടിയാണ് അവർ ചെയ്യുന്നത്. ആ പദ്ധതി ജനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദിക്ക് BJPക്ക് അനുകൂലമാകും, എത്താൻ പാടില്ല. ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞവർക്ക് ആയുഷ്മാൻ ഭാരത് 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം കിട്ടും. ഒരു രീതിയിലും അതിവിടെ നടപ്പിലാക്കില്ല എന്ന് ഗവൺമെൻറ് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഈ MLAമാർ അല്ലെങ്കിൽ ഇവിടുത്തെ വാർഡ് മെമ്പർമാർ, ബ്ലോക്ക് മെമ്പർമാർ ഇവർക്ക് ആവശ്യപ്പെടാൻ മേലെ അവരുടെ നേതാക്കന്മാരാണ് ഈ MLAമാരും MPമാരും. ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയാൽ എൻ്റെ വാർഡിലെ ഒരു 100 കുടുംബങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ലഭിക്കും. അവരുടെ സാമ്പത്തിക ബാധ്യതകൾക്ക് കുറവ് വരും. അവർക്ക് 5 ലക്ഷം രൂപ സഹായം കിട്ടും. ആ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി, നരേന്ദ്രമോദി സർക്കാർ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്ത ഒരു പദ്ധതി വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആവശ്യപ്പെടില്ല. ചികിത്സാ ബുദ്ധിമുട്ട് വേണ്ടി 100 കണക്കിന് ആളുകൾ ഓരോ പ്രദേശത്തും കഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യവും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർ പരിശ്രമിക്കുന്നില്ല. ഇവരാകെ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കുറച്ച് വീട് മെയിൻ്റനൻസ് ഒക്കെ. ഇത് എല്ലാ കാലത്തും അത് ആര് മെമ്പറായാലും ഈ കാര്യങ്ങൾ നടക്കും. വീട് മെയിൻ്റനൻസിനുള്ള തുകയൊക്കെ ഏത് മെമ്പർക്കും കൊടുക്കാവുന്ന കാര്യമാണ്. അതിനും അപ്പുറത്തേക്ക് ഒരു ഗ്രാമത്തിൻ്റെ വികസനം അത് കൊണ്ടുപോകുന്നതിനെപ്പറ്റി ചിന്തിക്കില്ല. അത് കൊടുക്കാൻ തയ്യാറായ ഒരു ഗവൺമെൻറ് രാജ്യത്തുള്ളപ്പോൾ അവരെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്ന പ്രചരണം എന്താണ്? നരേന്ദ്രമോദി സർക്കാരിനെ വർഗീയ ശക്തികളെ അകറ്റി നിർത്താൻ. ആരാണ് വർഗീയ ശക്തി? ഇവിടുത്തെ വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് അവരല്ലേ. ആ വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു? പക്ഷേ ജനം ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് NDA വിശ്വസിക്കുന്നത്. കോട്ടയത്തെ 6 നഗരസഭകളിലടക്കം വികസന മുരടിപ്പ് നേരിടുന്നുണ്ട് കാലാകാലങ്ങളായി ഇടത് വലത് മുന്നണി ഭരണത്തിൽ. പോയിന്റ് ഔട്ട് ചെയ്ത BJP മുന്നോട്ട് വെക്കുന്ന ഭരണവിരുദ്ധ വികാര വിഷയങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാകും ഈ തെരഞ്ഞെടുപ്പിൽ?
നഗരസഭയിലൊക്കെ വലിയ രീതിയിലുള്ള ഭരണ പ്രതിസന്ധിയാണ്. ഇപ്പോൾ കോട്ടയം നഗരസഭ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കോട്ടയം നഗരസഭ രൂപീകൃതമായപ്പോൾ തൊട്ട് ഏറ്റവും അധികം ഭരിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF ആണ്. ഇടക്കാലത്ത് LDF ഭരണം ഉണ്ടായിട്ടുണ്ട്. കോട്ടയം നഗരസഭയിൽ ഇന്നും ഇപ്പോൾ ഇതൊരു കുന്നിൻ്റെ മുകളിലാണ് നഗരസഭ ഇരിക്കുന്നത്. അവിടുന്ന് താഴേക്ക് ഇറങ്ങിയാലാണ് ജനങ്ങൾ മുഴുവൻ ജീവിക്കുന്നത്. ആ താഴ്പ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരൊറ്റ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കയറാത്തതായിട്ടുള്ള ഒരു പ്രദേശവും കോട്ടയം നഗരസഭയിൽ നിന്നില്ല. ശരിക്കും നല്ലൊരു മഴയത്ത് നഗരസഭാ കാര്യാലയത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീട്ടിൽ ചെല്ലണമെങ്കിൽ ആ മഴക്കാലവും കഴിഞ്ഞ് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. ഒരു നടപടി അപ്പോൾ അമൃത് പദ്ധതിയിലൊക്കെ 40 കോടി രൂപ നരേന്ദ്രമോദി സർക്കാർ കൊടുത്തിട്ടുണ്ട് കോട്ടയത്ത്. പക്ഷെ അത് വിനിയോഗിക്കുന്ന കാര്യത്തിൽ വലിയ വീഴ്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, പൊട്ടിയൊടിച്ച ഓടകൾ നിൽക്കുന്നു. കോട്ടയത്തെ പച്ചക്കറി മാർക്കറ്റ് 1.5 കോടി രൂപ മുടക്കിയിട്ടോ മറ്റോ ആണ് അത് പണിതിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. അറവുശാല, നല്ല മാംസ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇറച്ചി വിൽപ്പനയ്ക്ക് വേണ്ടി രൂപീകരിച്ച ഒരു 3 കോടി രൂപയോളം മുടക്കിയതാണ്. MLAയും നഗരസഭയും എല്ലാം ഒരേ മുന്നണിയാണ് ഭരിക്കുന്നത്. പക്ഷേ എന്ത് പ്രയോജനം? അവിടെ അത് നടത്താൻ സാധിക്കാതെ ഇന്ന് അവിടെ വേസ്റ്റ് കൊണ്ടുതള്ളുന്ന പ്രദേശമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ 4-4.5 കോടി രൂപ ജനങ്ങളുടെ പൈസ വെറുതെ കളഞ്ഞിരിക്കുന്നു. 2 കോടിമത പാലം എത്ര വർഷമായി പണിയുന്നു. ഇന്ന് രാജ്യത്ത് ഒരു ദിവസം 70 കിലോമീറ്റർ 71 കിലോമീറ്റർ ദൂരം റോഡ് ഗതാഗതം അല്ലെങ്കിൽ റോഡ് നിർമ്മാണം നടക്കുന്നു. ഒരു 100 മീറ്റർ പോലും ഇല്ലാത്ത പാലം പണിയാൻ വേണ്ടി 10-15 വർഷമാണ്. കോട്ടയത്തിൻ്റെ കോൺഗ്രസിൻ്റെ ഭരണത്തിൻ്റെ ഏറ്റവും നല്ല ഒരു സ്മാരകമെന്ന് പറയാൻ പറ്റുന്നത് ആ റൗണ്ടാനയാണ്. അത് അവിടെ പണിത് വെച്ചു. ഒരു 7-8 കോടി രൂപ അതിലൂടെ ഈ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്ക് ഈ 8 കോടി രൂപ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഈ നഗരസഭയുടെ ഭരണസമിതിയും കൂടെ വീതിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതി അട്ടിമറിക്കുന്നതിന് പകരം ആ ജനങ്ങൾക്കൊരു 5 ലക്ഷം രൂപ വെച്ച് കൊടുത്താൽ എത്ര കുടുംബങ്ങൾക്ക് ആ 8 കോടി രൂപ കൊണ്ട് ചികിത്സാ സഹായം കിട്ടുമായിരുന്നു. അത് ആർക്കാണ് ഇതിൻ്റെ പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ല. ഇതേപോലെ തന്നെ ഇപ്പോൾ കടുത്തുരുത്തിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ 25 ലക്ഷം രൂപയ്ക്ക് ഒരു കമ്മ്യൂണിറ്റി ഹാൾ പുതുക്കി പണിതു. ഇടിഞ്ഞ് താഴെ ചാടിയതിൻ്റെ ഒരാഴ്ചക്കുള്ളിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പണിയാൻ വേണ്ടി 85 ലക്ഷം രൂപ. അപ്പോൾ ഈ പൈസകൾ കൊണ്ട് ജനങ്ങൾക്ക് എന്താണ് പ്രയോജനം? ഒരു പ്രയോജനമില്ല. ജനങ്ങളുടെ കൈകളിലേക്ക് അവർക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യം ചെയ്യുന്നതിന് പകരം ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കാര്യങ്ങൾ ഒരു കമ്മീഷൻ ബേസ്ഡ് കമ്പനിയായിട്ട് മാത്രം മുന്നോട്ട് പോവുകയാണ്. കോട്ടയം നഗരസഭയിൽ ഏകദേശം 200 കോടി രൂപയുടെ അഴിമതി ഉണ്ട് എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പണമൊക്കെ എങ്ങനെ ഇവർ അഴിമതിക്ക് വേണ്ടി ഏത് രീതിയിൽ ഇവർ പ്രയോജനപ്പെടുത്തി? ജനങ്ങൾക്ക് എന്ത് ലഭിച്ചു? അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. അത് ജനങ്ങളുടെ മനസ്സിൽ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് കോട്ടയം നഗരസഭയിലൊക്കെ വലിയ മുന്നേറ്റം NDAയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് NDA ഭരണം വേണം. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി തന്നെ ശക്തമായ പ്രകടനം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് കോട്ടയം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ വിവേകിനൊപ്പം കോട്ടയത്ത് നിന്നും മിഥുൻ മുരളി, ജനം.